ചിരിയോ ചിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കരിയറിന്റെ ആദ്യകാലങ്ങളിൽ പ്രേക്ഷകരാൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുകയും പിന്നീട് പ്രേക്ഷകർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നടന്മാരിൽ ഒരാളായി മാറുകയും ചെയ്ത ഒരു പ്രതിഭയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു നടന് ഇങ്ങനെ മാറുവാൻ സാധിക്കുമോ എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള മാറ്റം കരിയറിൽ കൊണ്ടുവന്ന കലാകാരൻ. അതെ, മലയാളികളുടെ സ്വന്തം ആശാൻ ജനാർദ്ദനന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ ചിരിയും ചിന്തയും നിറഞ്ഞ കഥകളിലൂടെ നമുക്ക് ചിരിച്ചങ്ങ് പോവാം. ഒത്ത ഉയരവും അതിനൊത്ത തടിയും, പരുക്കൻ മുഖഭാവവും അതിനെ വെല്ലുന്ന തരത്തിലുള്ള പരുക്കൻ ശബ്ദവും, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആരും അടുക്കാൻ മടിക്കുന്ന രൂപം, ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടാൽ എന്തായാലും എല്ലാവരും ഭയപ്പെടും. ഇതായിരുന്നു മലയാള സിനിമയിലെ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്ന ജനാർദ്ദനൻ എന്ന വില്ലൻ. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഭയപ്പെടുകയും വെറുക്കുകയും ചെയ്തിരുന്ന വില്ലൻ. എന്നാൽ ആ കഥാപാത്രങ്ങൾക്കപ്പുറം അത് ചെയ്തിരുന്ന ആളിന്റെ ഉള്ളിൽ പച്ചയായ സാധുവായ ഒരു മനുഷ്യനാണ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് അടുപ്പക്കാർ മാത്രമായിരുന്നു. പിന്നീട് മലയാള സിനിമയിലെ പ്രേക്ഷകരുടെ എല്ലാം ഇഷ്ടം പിടിച്ചുപറ്റുന്ന ഒരാളായി ജനാർദ്ദനൻ മാറി എന്നത് ചരിത്രം. 10-60 കൊല്ലമായിട്ട് മഹാത്മാഗാന്ധി ഫീൽഡിലല്ലോ, എന്നിട്ട് നമ്മൾ അറിയുന്നില്ലേ? ഒരു കാലത്ത് ആളുകളെ ഭയപ്പെടുത്തിയിരുന്ന ജനാർദ്ദനൻ എന്ന വില്ലൻ മലയാള സിനിമാ പ്രവർത്തകർക്കിടയിൽ ഒരു ഐശ്വര്യമായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ? അതെ, 90കളിലും 2000കളിലും എല്ലാം സിനിമയുടെ ആദ്യ ഷോട്ട് ജനാർദ്ദനന്റെ മുഖത്ത് നിന്ന് തുടങ്ങിയാൽ പിന്നീട് ആ സിനിമയുടെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ആ സിനിമ വൻ വിജയത്തിലെത്തും എന്നായിരുന്നു വിശ്വാസം. അങ്ങനെ നിരവധി സിനിമകളാണ് ജനാർദ്ദനന്റെ ആദ്യ ഷോട്ടോടുകൂടി മലയാള സിനിമയിലുള്ളത്. രാമനാഥ, സ്വല്പം സ്പീഡ് കൂട്ടിക്കോ. ഇതെന്താ ആനമൂത്രമൊഴിക്കും പോലെ? ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും ഒരുപാട് വില കൊടുത്തിരുന്ന ആളായിരുന്നു ജനാർദ്ദനൻ. ആരെങ്കിലും സ്നേഹത്തോടു കൂടി എന്തെങ്കിലും ഒരു കാര്യം വന്നു പറഞ്ഞാൽ അത് നിരസിക്കാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ ഷോട്ടോടു കൂടി സിനിമകൾ തുടങ്ങുമ്പോൾ അതൊരു വൻ ഐശ്വര്യമായി തീരും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. ഇതിന് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് അദ്ദേഹത്തിന് തീരെ പ്രാധാന്യമില്ലാത്ത സിനിമകളിലെ ചെറിയ കഥാപാത്രങ്ങൾ ഇതിനു വേണ്ടി മാത്രം എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടും അതിന് ഒരു എതിരും പറയാതെ തന്നെ അത്തരം കഥാപാത്രങ്ങൾ ജനാർദ്ദനൻ ചെയ്തിരുന്നു. സിനിമയിലെ തന്റെ സ്നേഹിതർ സ്നേഹത്തോടു കൂടി തന്നോട് എന്തെങ്കിലും ഒരു ആവശ്യം പറയുമ്പോൾ അത് സന്തോഷത്തോടു കൂടി ചെയ്തു കൊടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാനൊരു പുതിയ യോഗ ചെയ്ത് നോക്കിയതല്ലേ. ഒരു കാലത്ത് വില്ലനായി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ജനാർദ്ദനൻ അല്പം കൂടി ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു നായക നടനായി മാറിയേനെ. കോളേജ് പഠനകാലത്ത് മെറിലാൻഡ് സ്റ്റുഡിയോയിൽ ഓഡിഷനായി ജനാർദ്ദനൻ പോയി. സിനിമയെക്കുറിച്ചോ സിനിമാക്കാരെ കുറിച്ചോ വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. അതിലൂടെ പാസ് ചെയ്ത സംവിധായകനെ അദ്ദേഹം ശ്രദ്ധിച്ചതുമില്ല. എന്നാൽ താൻ പാസ് ചെയ്ത സമയത്ത് അവിടെ തന്നെ ഗൗനിക്കാതെ സിഗരറ്റും വലിച്ചു നിന്ന ജനാർദ്ദനനെ സംവിധായകൻ സിനിമയിൽ നിന്ന് പുറത്താക്കി. എന്നാൽ ഓഡിഷനിൽ അദ്ദേഹത്തിന്റെ പ്രകടനം കണ്ട് അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്ന ശങ്കരൻ നായർ അദ്ദേഹത്തെ തന്റെ അടുത്ത ചിത്രത്തിൽ നായകനായി കാസ്റ്റ് ചെയ്തു. നിർഭാഗ്യവശാൽ ആ പടം നടന്നില്ല. അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് മലയാള സിനിമയ്ക്ക് നല്ല ഗാംഭീര്യമുള്ള ശബ്ദമുള്ള ഒരു നായകനായി ജനാർദ്ദനൻ മാറിയേനെ. കണ്ടാലൊരു മറ്റേ ലുക്കുണ്ടോ? അല്ലെങ്കിൽ വേണ്ട, എനിക്കൊരൊറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ ജനപ്രീതി നേടിയതിനു ശേഷം മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്യാൻ ശ്രീ ജനാർദ്ദനന് അവസരം ലഭിച്ചു. മലയാളത്തിലെ എല്ലാ മുൻനിര ഹാസ്യ നടന്മാരുടെ കൂടെയും ജനാർദ്ദനൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണെന്ന് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ജഗതി ശ്രീകുമാർ എന്നായിരുന്നു മറുപടി. ജഗതി ശ്രീകുമാറിനൊപ്പം നിരവധി ഹാസ്യ കഥാപാത്രങ്ങൾ രസകരമായ രീതിയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കഴിഞ്ഞു എന്ന് ജനാർദ്ദനൻ പറഞ്ഞു. ഇന്ന് നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുന്ന ജനാർദ്ദനൻ ഒരു കാലത്ത് മലയാള സിനിമയെ വിറപ്പിച്ചിരുന്ന വില്ലനായിരുന്നു എന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു അല്ലെ. അദ്ദേഹത്തിന്റെ രൂപവും ശബ്ദവും ഒക്കെ അത്തരം കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നതിന് കാരണമായി എന്ന് പറയാം. എന്നാൽ സിനിമയിൽ എത്തുന്നതിന് മുൻപും അദ്ദേഹം ചെയ്തിരുന്ന ജോലി ഈ ശബ്ദത്തിനും രൂപത്തിനും ഒക്കെ ചേരുന്നതായിരുന്നു. അദ്ദേഹം ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. കോളേജ് പഠനകാലത്താണ് എയർഫോഴ്സിൽ ജോലി ലഭിക്കുന്നത്. പഠനം പകുതി വെച്ച് നിർത്തി അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ മാനസികമായ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ 1 വർഷം കൊണ്ട് എയർഫോഴ്സ് സേവനം അവസാനിപ്പിച്ച് അദ്ദേഹം തിരിച്ചെത്തി. പാലച്ചോട്ടിൽ ഗീവർഗീസ് കുര്യാക്കോസ് ഈശോ. എടോ, പാലച്ചോട്ടിൽ ഗീവർഗീസ് കുര്യാക്കോസ് ഈശോ.
സിനിമയിലെ ഹാസ്യ രംഗങ്ങളിലൂടെ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന പല നടന്മാരും അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ കുറച്ച് ഗൗരവക്കാരാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അതായത് ഇവര് ചിരിക്കാൻ പൊതുവെ മടിയുള്ളവരാണ് എന്ന ചീത്തപ്പേരുണ്ട്. ഇതിനെക്കുറിച്ച് ജനാർദ്ദനോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ രസകരമായ മറുപടി ഇങ്ങനെയായിരുന്നു: അവരും മനുഷ്യർ തന്നെയല്ലേ, ഫുൾ ടൈം പല്ലും കാട്ടി ചിരിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നാണ് അതിന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞത്. പല ബന്ധുക്കൾക്കിടയിലും ജനാർദ്ദനൻ പൊതുവെ ചിരിക്കാൻ മടിയുള്ള ഒരാളാണ് എന്ന ചീത്തപ്പേരുണ്ട്. അത് മാത്രമല്ല, ചില സ്ത്രീകളുടെ ഇടയിൽ താൻ പൂച്ച കടിച്ച പോലെയുള്ള ഒരു മുഖഭാവമുള്ള ആളാണെന്ന് പറയാറുണ്ടെന്നും അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞിരുന്നു. വിക്രമനോട് ആരാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് ഞാനാ. ഈ തറവാടിന്റെ മാനങ്ങളെ ഈ കാര്യത്തിൽ അനന്തരം ഞാൻ പിന്താങ്ങും. മലയാളികള് ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ശബ്ദങ്ങളിൽ ഒന്നാണ് ജനാർദ്ദനന്റേത്. മിമിക്രി താരങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പറുകളിൽ ഒന്നും ജനാർദ്ദനന്റെ ശബ്ദം അനുകരിക്കുക എന്നതാണ്. എന്നാൽ ഈ സിനിമയിൽ അവസരമൊക്കെ തേടി നടക്കുന്ന സമയത്ത് ജനാർദ്ദനന് വില്ലനായി വന്നത് ഈ ശബ്ദമാണ്. അദ്ദേഹം മദിരാശിയിലെ ഒരു സംവിധായകനെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതായിരുന്നു: സിനിമയ്ക്ക് വേണ്ട രൂപമൊക്കെ ഉണ്ട്, പക്ഷെ ശബ്ദം ശരിയായില്ലെന്ന്. അതുമാത്രമല്ല, ശബ്ദത്തിന്റെ മോഡുലേഷൻ പഠിക്കുന്നതിനായിട്ട് മറ്റൊരാളെ സമീപിക്കാനായിട്ട് അദ്ദേഹം പറയുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ ജനാർദ്ദനന് കുറച്ചും കൂടെ ആത്മവിശ്വാസം ലഭിച്ചു. എല്ലാവർക്കും അവരവരുടേതായ ഒരു ബേസ് ശബ്ദമുണ്ടെന്നും അതാണ് അവരവരുടെ ഐഡന്റിറ്റി എന്നും മാത്രമല്ല, ജനാർദ്ദനന്റെ ശബ്ദം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു സമയം വരുമെന്ന് അത് അദ്ദേഹത്തിന് കൂടുതൽ ആത്മവിശ്വാസം പകർന്നു. ഒന്ന് വേഗമാവട്ടെ, നാറ്റം കൊണ്ടകത്തിരിക്കാൻ മേലായി. ഒരു നടൻ എന്ന നിലയിൽ മാത്രമാണ് നമുക്ക് ജനാർദ്ദനനെ അറിയുന്നത് അല്ലെ. എന്നാൽ അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ കൂടിയായിരുന്നു. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ഒരേ ഒരു സിനിമയാണ് 1991 റിലീസ് ചെയ്ത അടയാളം എന്ന ചിത്രം. SN സ്വാമിയുടെ തിരക്കഥയിൽ K മധു സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടി, മുരളി തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ജനാർദ്ദനും അതിലൊരു പ്രധാന വേഷം ചെയ്തിരുന്നു. സാമ്പത്തികമായി സിനിമ ലാഭമായിരുന്നെങ്കിലും പിന്നീട് ജനാർദ്ദനൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതിന്റെ കാരണം ഇതാണ്: ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 5-6 മാസം അതിനായിട്ട് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ തനിക്ക് അഭിനയിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം നഷ്ടമാകും എന്നാണ് അഭിപ്രായപ്പെട്ടത്. പണം കൊണ്ട് എന്തും നേടിയെടുക്കാവുന്ന മൂഢവിചാരത്തിലാണ് ഓരോരുത്തരും. ആളുകളെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ജനാർദ്ദനൻ എന്ന നടൻ ഒരു കാലത്ത് വധഭീഷണി നേരിട്ടിരുന്ന ഒരു കലാകാരനായിരുന്നു. 1978 പുറത്തിറങ്ങിയ രാജൻ പറഞ്ഞ കഥ എന്ന സിനിമയ്ക്ക് ശേഷമാണ് അത് സംഭവിച്ചത്. അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന രാജന്റെ കൊലപാതകത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ആ സിനിമ സംഭവിച്ചത്. അതിൽ സഞ്ജയ് ഗാന്ധിയെ അനുസ്മരിപ്പിക്കുന്ന കഥാപാത്രത്തെയാണ് ജനാർദ്ദനൻ ചെയ്തത്. വളരെ ക്രൂരമായ കഥാപാത്രവും ക്രൂരമായ കുറെ രംഗങ്ങളും അദ്ദേഹത്തിന് അഭിനയിക്കേണ്ടി വന്നു. സിനിമ വിവാദമാവുകയും പലരെയും ചൊടിപ്പിക്കുകയും ചെയ്തു. പല പോലീസ് ഉദ്യോഗസ്ഥർ പോലും ജനാർദ്ദനനെ വധിക്കാനായിട്ട് ശ്രമമുണ്ടായിരുന്നുവെന്ന് പിന്നീട് ഒരു പോലീസ് സുഹൃത്ത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം അറിഞ്ഞത്. ജീവിതത്തിൽ വലിയ രാഷ്ട്രീയ ചായ്വുകളൊന്നും ഇല്ലാത്ത ആളാണ് ജനാർദ്ദനൻ. എന്നാൽ സിനിമയില് നിരവധി രാഷ്ട്രീയ കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. ഏകദേശം 10ഓളം സിനിമയില് മുഖ്യമന്ത്രിയായി തന്നെ വേഷമിട്ടിട്ടുണ്ട്. ഇത്രയും തവണ മുഖ്യമന്ത്രിയായ മറ്റൊരു നടൻ ഇല്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനാവും. ഒരു സിനിമയില് മുഖ്യമന്ത്രിയുടെ കഥാപാത്രം ചെയ്തതിനു ശേഷം ആ കഥാപാത്രത്തിന് VS അച്യുതാനന്ദനുമായി രൂപസാദൃശ്യം ഉണ്ടെന്നും സിനിമയിലെ ചില ഡയലോഗുകൾ അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടുന്നതാണെന്നുള്ള വിവാദമുണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു സിനിമയിലെ മുഖ്യമന്ത്രിയുടെ വേഷം ചെയ്തതിന് ശേഷം ചില രാഷ്ട്രീയ നേതാക്കൾ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ നയനാർ സഖാവ് ഞങ്ങളെ വിട്ടു പോയിട്ടില്ലെന്ന് ആ കഥാപാത്രത്തിലൂടെ തങ്ങൾക്ക് തോന്നിയെന്ന്. ഇങ്ങോട്ട് താമസം മാറ്റിയിട്ട് 6 മാസമായെങ്കിലും മോള് വന്നത് കഴിഞ്ഞ ആഴ്ചയാ. അവൾ എന്റെ വീട്ടിലായിരുന്നു. അമ്മൂമ്മ എന്ന് പറഞ്ഞ അവക്ക് ജീവനാ. പല നടന്മാരും തങ്ങളുടെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നിത്യജീവിതത്തിൽ കാണുന്ന അത്തരം സാമ്യമുള്ള കഥാപാത്രങ്ങളെ നിരീക്ഷിച്ച് പഠിക്കുന്ന ഒരു ശീലം ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എന്നാൽ ജനാർദ്ദനൻ എന്ന കലാകാരൻ അതിന് നേർ വിപരീതമാണ്. അത്തരത്തിൽ നമ്മൾ ഒരാളെ നിരീക്ഷിച്ച് പഠിച്ച് അഭിനയിക്കാൻ വരുമ്പോൾ അതിലൊരു അനുകരണം വരും. അതല്ലാതെ മറിച്ച് ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെതായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ വേർഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള അവതരണങ്ങൾ ഒന്നും തന്നെ പാളിപ്പോയിട്ടില്ല എന്നത് ജനാർദ്ദനൻ എന്ന കലാകാരന്റെ വിജയമാണ്. എന്റെ ചെമ്മീൻ നടുക്കടലിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഉടലുകയാണ്. പണം തന്നവരെന്നെ എങ്ങോട്ടും തിരിയാൻ അനുവദിക്കുന്നില്ല. എനിക്ക് മുന്നിൽ 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ആത്മഹത്യ,
4 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കലാകാരനാണ് ജനാർദ്ദനൻ. എന്നാൽ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. ഭാര്യയും മക്കളെയൊക്കെ തിയേറ്ററിലേക്ക് പറഞ്ഞു വിടും, പക്ഷെ ജനാർദ്ദനൻ പോവാറില്ല. അവിടെ വരെ യാത്ര ചെയ്ത് സിനിമ കാണാനുള്ള ഒരു താല്പര്യം ഇല്ല എന്നാണ് അദ്ദേഹം അതിനൊരു മറുപടി കൊടുത്തിരുന്നത്. മാത്രമല്ല, ആ ഒരു സ്ക്രീനിൽ സെന്റിമെന്റൽ സീൻസ് ഒക്കെ കാണാനുള്ള ഒരു മനക്കെട്ടി അദ്ദേഹത്തിനില്ല. അതൊക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം കരഞ്ഞു പോകും. അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസകനായി മാറാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ശബ്ദം കേട്ടത് അവന്റെ മുറിയിലാണെങ്കിൽ മറുത് അവന്റെ മുറി തന്നെ കാണും. വേണ്ട, നീ കൂടെ വാ. വായനയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ജനാർദ്ദനൻ. ഒഴിവ് സമയങ്ങളെല്ലാം വായനയിലൂടെ ചെലവഴിക്കാനാണ് അദ്ദേഹത്തിന് താല്പര്യം. മുന്നിൽ കിട്ടുന്നതെന്തും വായിച്ചു തീർക്കാനുള്ള ശ്രമവും ഉണ്ടായിരിക്കും. ഭാര്യയും മക്കളും ഒക്കെ സിനിമയ്ക്ക് പോകുമ്പോൾ ആ സമയം ജനാർദ്ദനൻ ചെലവഴിച്ചിരുന്നത് കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചതിലൂടെയാണ്. പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ കിട്ടുന്ന അറിവുകൾ ഓർത്തിരിക്കാറില്ലെന്നും അതെല്ലാം ഒന്നും മനസ്സിലാകാറില്ലെന്നും ഒരു ഇന്റർവ്യൂവിൽ തമാശയായി അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. എന്നാ പിന്നെ ഞങ്ങളെ അപ്പം വിളിച്ച പോരായിരുന്നു. അപ്പോഴാ വിളിച്ചത്, പക്ഷെ ഭാഗ്യത്തിന് മുതലാളി ഇപ്പോഴാ വന്നത്. ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒരു വർഷക്കാലത്തോളം എയർഫോഴ്സിൽ ജോലി ചെയ്തതിന്റെ ഭാഗമായി ജനാർദ്ദനന് കിട്ടിയ ഒരു ശീലമാണ് മദ്യപാനം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കൺട്രോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഒരുപാട് വില്ലൻ വേഷങ്ങളും മോശം കഥാപാത്രങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ജോലിക്കിടയിൽ അദ്ദേഹം ഇതുവരെ മദ്യപിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, വ്യക്തി ജീവിതത്തിൽ നല്ല അടുക്കും ചിട്ടയുള്ള ഒരാളാണ് ജനാർദ്ദനൻ. ഇവിടെ എങ്ങാണ്ടാണല്ലോ വീണത്. എല്ലാരും എന്തോന്നാ തപ്പിക്കളിക്കുന്നത്? എന്റെ കയ്യിൽ നിന്നൊരു ഗുളിക താഴെ വീണു. അത് തിരയായിരുന്നു. മറ്റപ്പേക്കോട്ടാ രാത്രിയില് ഞാനൊന്ന് ഭാര്യ വീട് വരെ. ഒരിക്കലും ഇമേജിനെ ഭയപ്പെടുന്ന ഒരു നടനായിരുന്നില്ല ജനാർദ്ദനൻ. ഏതുതരം വേഷങ്ങളും ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നു. തന്നിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾക്ക് ഒരു പ്രാധാന്യം ഉണ്ടായിരിക്കണം എന്നൊരു നിർബന്ധം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഈ സിറ്റിയിൽ പ്രമേഹ രോഗികളുടെ എണ്ണം കൂടുന്നതുകൊണ്ട് പഞ്ചസാരയിട്ട ചായയുടെ കച്ചവടം നിർത്തി. വിത്തൗട്ട് വേണോ? വിത്തൗട്ട് എന്തെങ്കിലും എടുക്കണോ? മലയാള സിനിമയിലെ കോമഡി രംഗങ്ങളൊന്ന് ഓർത്താൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ചില മുഖങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് ശ്രീ ജനാർദ്ദനന്റേത്. മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം ധാരാളം ഏറ്റുവാങ്ങിയ കലാകാരനാണ് ജനാർദ്ദനൻ. എന്റെ പണ്ടിയുടെ കേട് തീർത്താ തീരും, പക്ഷെ അനന്നൂലം നിന്റെ പങ്കം കൊണ്ടാകാൻ പോകുന്ന കേടുണ്ടല്ലോ എന്റെ കർത്താവേ. കോമഡി രംഗങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന നടന്മാരുടെ ശരീരഘടനയെ കുറിച്ച് പൊതുവെ ചില ധാരണകളൊക്കെ ഉണ്ട് ഇന്ത്യൻ സിനിമയിൽ ഒട്ടാകെ. എന്നാൽ ആ ധാരണകളെല്ലാം തന്നെ പൊളിച്ചെടുക്കിയ കലാകാരനാണ് ജനാർദ്ദനൻ. ഒത്ത ഉയരവും തലയെടുപ്പും ഗാംഭീര്യമുള്ള ശബ്ദവും ഒക്കെയായി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ജനാർദ്ദനൻ ആദ്യം വില്ലൻ വേഷങ്ങളിലൂടെ തിളങ്ങി. പിന്നീട് ആ ശബ്ദവും ശരീരഘടനയും ഒക്കെ വെച്ചുകൊണ്ട് കോമഡി ചെയ്ത് ഫലിപ്പിക്കാനാവുമെന്നും നമ്മളെ ബോധ്യപ്പെടുത്തി. ജനാർദ്ദനന്റെ കോമഡി രംഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറേ ഇല്ല ഇതാ പഴയ ജനാർദ്ദനൻ തന്നെയാണോ എന്ന്. ഒന്ന് പിടിച്ചേ. ഇനി പരിസരത്തേക്ക് പോരുത്. 4.5 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന കലാകാരനാണ് ജനാർദ്ദനൻ. എന്നാൽ നാളിതുവരെയും അദ്ദേഹത്തെ തേടി ഒരു അവാർഡ് പോലും എത്തിയിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പരാതികളോ പരിഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു ഇന്റർവ്യൂവിൽ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ രസകരമായ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല, അതിന്റെ പിന്നാലെ പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം എന്നെ ഒഴിവാക്കിയതാണോ എന്ന ചോദ്യത്തിന് ഇവിടെ ഒരു പ്രസക്തിയില്ല. എന്നെങ്കിലും ഒരു കാലത്ത് എനിക്ക് അർഹതയുണ്ടെങ്കിൽ അത് എന്നെ തേടി വരും എന്നായിരുന്നു. 3 പ്രാവശ്യം സുന്ദരേശൻ പിള്ള മെമ്മോറിയൽ അവാർഡ് വാങ്ങിയവനായി കുളുത്തറ പൊന്നപ്പൻ. മലയാളത്തിന്റെ പെരുന്തച്ഛനായ തിലകനും ജനാർദ്ദനും ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ജനാർദ്ദന് തിലകനെ പരിചയമുണ്ടായിരുന്നു. ജനാർദ്ദനന്റെ സഹോദരനായ വൈക്കം സുകുമാരൻ നായർ ഒരു നാടക കലാകാരനായിരുന്നു. നാടകത്തിൽ അദ്ദേഹത്തോടൊപ്പം തിലകനും അഭിനയിച്ചിരുന്നു. അതേ തുടർന്ന് വീട്ടിൽ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ അനിയനായ ജനാർദ്ദന് തിലകനെ പരിചയമുണ്ടായിരുന്നു. പ്രഗത്ഭരായ കളരി അഭ്യാസികളായിരുന്നു എന്റെ അച്ഛനും മുതുമുത്തശ്ശന്മാരുമല്ല. ഇത് കണ്ടോ? തലമുറകളായി ഈ തറവാടിന്റെ മാനം കാത്തു രക്ഷിച്ച പടവാളാണിത്. സുദീർഘമായ അഭിനയ ജീവിതത്തിനുടമയാണ് ജനാർദ്ദനൻ. എങ്കിലും സിനിമയിൽ നിന്ന് ഒരുപാട് സമ്പാദ്യമൊന്നും അദ്ദേഹത്തിന് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. അന്നും ഇന്നും ഒരു സാധാരണ ജീവിതമാണ് നയിക്കുന്നത്. പക്ഷേ ഈ കൊച്ചു ജീവിതം മനോഹരമാക്കാൻ വേണ്ടുന്നതെല്ലാം തനിക്ക് സിനിമ തന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. മക്കളുടെ വിദ്യാഭ്യാസത്തിനും ഒരു വീട് വെക്കുന്നതിനും ആവശ്യമായ എല്ലാം തന്നെ തനിക്ക് അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ തന്റെ വലിയ ഭാഗ്യങ്ങളായിട്ടും അദ്ദേഹം കരുതുന്നു. മനസ്സിലായി. പാഞ്ചാലി 1000 മതി. മുൻ തലമുറയിലെ സൂപ്പർ താരങ്ങളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് ജനാർദ്ദനൻ. പ്രേം നസീറും
സജീവമായി സിനിമയിലും വ്യക്തി ജീവിതത്തിലും അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. ആക്ഷൻ ഹീറോ ജയനോടൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ച ഒരു അനുഭവം ജനാർദ്ദനനുണ്ടായിരുന്നു. അദ്ദേഹം അഭിനയിക്കുന്നതിന് അവസരം തേടി ചെന്ന നടന്മാരിൽ ഒരാളായിരുന്നു അന്നത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന മധു. അദ്ദേഹം പിന്നീട് സിനിമകൾ സംവിധാനം ചെയ്തപ്പോൾ ജനാർദ്ദനന് നല്ല പ്രധാനപ്പെട്ട വേഷങ്ങൾ കൊടുക്കുകയും ചെയ്തു. ജനാർദ്ദനെ സംബന്ധിച്ചിടത്തോളം മധു തന്റെ മൂത്ത ജ്യേഷ്ഠന് തുല്യനാണ്. നീ അറിഞ്ഞോ നമ്മുടെ എൽസമ്മേനെ കുന്നേലെ എരുമോൻ കയറി മുട്ടി. എവിടെ? ചിരികള് പലതരത്തിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാസ്യതാരങ്ങൾ നമ്മളെ ചിരിപ്പിക്കുന്നതും പലതരത്തിലാണ്. സ്ക്രീനിൽ ഉച്ചത്തിൽ ചിരിക്കുകയും അതിനൊപ്പം കാണികളെ പൊട്ടിച്ചിരിപ്പിക്കുകയും ചെയ്യുന്ന നടനാണ് ജനാർദ്ദനൻ. ഏകദേശം 50 വർഷത്തോളമായിട്ട് ജനാർദ്ദനൻ മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്നു. 3000 രൂപയ്ക്ക് ഇതൊക്കെ മതി. 1500 രൂപ വണ്ടി വാടക, 500 രൂപ ഈ കുന്തം, ബാക്കി 1000 രൂപയ്ക്ക് ഇത്രയൊക്കെ പറ്റൂ. തികച്ചും വ്യത്യസ്തമായ ഒരു ശബ്ദത്തിനുടമയാണ് ജനാർദ്ദനൻ. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ജനപ്രിയമായി മാറുന്നതിൽ ആ ശബ്ദം വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. മലയാളത്തിലെ മിമിക്രി താരങ്ങൾ ഏറ്റവും കൂടുതൽ അനുകരിച്ചിരിക്കുന്നത് ജനാർദ്ദനന്റെ ശബ്ദമാണ്. തന്റെ ശബ്ദം സ്റ്റേജിൽ അനുകരിക്കപ്പെടുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചതും അതിനെ പ്രോത്സാഹിപ്പിച്ചതും ജനാർദ്ദനൻ തന്നെയാണ്. ആ ശബ്ദം ഏറ്റവും കൂടുതൽ അനുകരിച്ചിരിക്കുന്നത് കോട്ടയം നസീറാണ്. അതുകൊണ്ട് തന്നെ ജനാർദ്ദനന് കോട്ടയം നസീറിനോട് ഒരു പ്രത്യേക സ്നേഹവുമുണ്ട്. ഒരു സ്റ്റേജിൽ കോട്ടയം നസീർ ജനാർദ്ദനന്റെ ശബ്ദത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് മറുപടിയായി ജനാർദ്ദനൻ പറയുകയും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കോട്ടയം നസീറിന്റെ നേതൃത്വത്തിൽ. ബാക്കി എന്തും ഞാൻ സഹിക്കും, കലയിൽ വെള്ളം ചേർക്കാൻ മാത്രം ഞാൻ സമ്മതിക്കില്ല. മലയാളത്തിലെ ഏതാണ്ട് എല്ലാ സൂപ്പർ താരങ്ങളുടെയും ഒപ്പം അടുത്ത് ഇടപഴകിയിട്ടുള്ള ആളാണ് ജനാർദ്ദനൻ. മലയാളത്തിന്റെ ആദ്യ ആക്ഷൻ ഹീറോ ആയിരുന്ന ജയന് ജനാർദ്ദനനുമായി ഒരു സഹോദര തുല്യമുള്ള അടുപ്പമാണ് സൂക്ഷിച്ചിരുന്നത്. ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമകളിലെല്ലാം തന്നെ രണ്ടുപേരും ഒരു മുറിയിലായിരുന്നു താമസം. ഒരു ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്നാണ് ജയൻ മരിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ഷൂട്ടിങ്ങിന് പോകുന്നതിന് തൊട്ടു മുൻപായി ഹോട്ടൽ റൂമിലുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷമാണ് ജയൻ ഇറങ്ങുന്നത്. അടുത്ത ദിവസം ഒരു ഷൂട്ടിംഗ് സെറ്റിൽ പ്രേം നസീറിന് ഒരു ഫോൺ വരികയും അതിലൂടെ ജയന്റെ മരണവാർത്ത അറിഞ്ഞ് ഞെട്ടിയ പ്രേം നസീറിന്റെ കയ്യിൽ നിന്ന് ഫോൺ റിസീവർ താഴെ വീഴുന്ന സംഭവത്തിനും ജനാർദ്ദനൻ സാക്ഷിയായിരുന്നു. ഗീതുവിനെ ലളിത സംഗീതം പഠിപ്പിക്കാൻ ഒരാളെ തേടി നടക്കുകയായിരുന്നു ഞാൻ. സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ആയ മോഹൻലാലിനെ ജനാർദ്ദനെ അറിയാമായിരുന്നു. തിരുവനന്തപുരത്തെ മുടവൻ മുകളിലുള്ള വീട്ടിലായിരുന്നു മോഹൻലാല് അച്ഛനും അമ്മയ്ക്കും ജ്യേഷ്ഠനും ഒപ്പം താമസിച്ചിരുന്നത്. അന്ന് അദ്ദേഹം സ്കൂളിൽ പോകുന്ന ഒരു വഴിയിൽ ഒരു വീട്ടില് ജനാർദ്ദനനും സഹോദരനോടൊപ്പം താമസിച്ചിരുന്നു. അന്ന് ജനാർദ്ദനനും സിനിമയിൽ സജീവമല്ല. മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായർ സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനായിരുന്നത് കൊണ്ട് തന്നെ ആ നാട്ടിലുള്ള എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാമായിരുന്നു. ജനാർദ്ദനന്റെ ജ്യേഷ്ഠൻ വീട്ടിലുള്ള സമയത്ത് ആ പോകുന്നതാണ് വിശ്വനാഥൻ സാറിന്റെ ഇളയ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ജനാർദ്ദനൻ ഇന്നും ഓർക്കുന്നു. എവിടെ നോക്കിയാ സൈക്കിൾ ഓടിക്കുന്നത്? മമ്മൂട്ടി എന്നൊരാൾ സിനിമയിലേക്ക് വരുന്നുണ്ടെന്ന് മുൻകൂട്ടി അറിയാവുന്ന ആരെങ്കിലും സിനിമയിലുണ്ടോ? എന്നാൽ അങ്ങനെ ഒരേ ഒരാളേ ഉള്ളൂ, അത് ജനാർദ്ദനാണ്. ജനാർദ്ദനൻ വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന കാലം. കോട്ടയത്തിനടുത്ത് ഷൂട്ടിംഗ് ഉള്ളപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചെമ്പെന്ന സ്ഥലത്തിറങ്ങി ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. പതിവ് പോലെ ഒരു ദിവസം ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു മധ്യവയസ്സുള്ള എന്നാൽ നല്ല മുഖശ്രീയുള്ള ഒരാൾ വന്ന് ജനാർദ്ദനെ പരിചയപ്പെടുകയും സിനിമാ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, എന്റെ ഒരു മകനും കൂടെ സിനിമയിലേക്ക് വരുന്നുണ്ടെന്ന്. അത് മറ്റാരുമല്ല, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വാപ്പയായിരുന്നു. ഓ, നിനക്കെന്ത് തിരക്ക്? ഞാനല്ലേ കുത്തിയിരുന്ന് ഈ പണി മുഴുവൻ ചെയ്യുന്നത്. പ്രേം നസീർ സൂപ്പർ സ്റ്റാർ ആയിരുന്ന കാലത്തും മോഹൻലാലും മമ്മൂട്ടിയും സൂപ്പർ സ്റ്റാറുകളായിരുന്ന കാലത്തും മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങൾ ചെയ്ത ആളാണ് ജനാർദ്ദനൻ. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെയായിരുന്നു ജനാർദ്ദനൻ മലയാള സിനിമയിലേക്ക് രംഗപ്രവേശനം ചെയ്തത്. അക്കാലത്ത് മലയാള സിനിമയിലെ പ്രധാന വില്ലന്മാരായിരുന്നു ബാലൻ കെ നായർ, ഉമ്മർ, ജോസ് പ്രകാശ് തുടങ്ങിയവർ. എന്നാൽ കാലക്രമേണ ഇവരെല്ലാം സ്വഭാവ വേഷങ്ങളിലേക്ക് മാറുകയായിരുന്നു. ആ വിടവ് നികത്തുവാൻ രൂപം കൊണ്ടും ശബ്ദം കൊണ്ടും യോജിക്കുന്ന ഒരാളെ മലയാള സിനിമ അന്വേഷിച്ചു. ആ നറുക്ക് വീണവരിൽ ഒരാളായിരുന്നു ജനാർദ്ദനൻ. രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സമതമായ സ്ഥിതിക്ക് എന്താ അടുത്ത പരിപാടി? ജനാർദ്ദനൻ ഒരു സിനിമയിൽ ഒരു ചെറിയ കഥാപാത്രമാണ് ചെയ്യുന്നതെങ്കിലും അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ചെറിയ കഥാപാത്രമാണെങ്കിൽ പോലും സംവിധായകൻ അത് ചെയ്യാനായി ജനാർദ്ദനനെ തന്നെ നിയോഗിക്കുന്നത്. പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോടാ ശവമേ? വില്ലനായും കൊമേഡിയനായും സ്വഭാവ നടനായും ഒക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നടനാണ് ജനാർദ്ദനൻ. പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ജനാർദ്ദനൻ ഇന്ന് മലയാള സിനിമയുടെ കാരണവർ സ്ഥാനത്താണ് നിൽക്കുന്നത്. ഭക്തജനങ്ങളെ, ഒരു 14 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മുളഭജന ആരംഭിക്കാൻ പോവുകയാണ്. ഭജനയ്ക്കിടയിൽ ദാഹമകറ്റാൻ മുളയേരിക്കഞ്ഞി ആശ്രമം വകയായി ഉണ്ടായിരിക്കും.
വില്ലൻ വേഷങ്ങൾ ചെയ്ത് തിരക്കേറിയതോടുകൂടി ജനാർദ്ദനൻ ചെന്നൈയിൽ സ്ഥിരതാമസമാക്കി. ഏകദേശം 27 വർഷത്തോളം അദ്ദേഹം ചെന്നൈയിൽ താമസിച്ചു. എന്നാൽ അക്കാലത്താണ് മലയാള സിനിമയിൽ കാര്യമായ മാറ്റങ്ങൾ വരുന്നത്. മലയാള സിനിമ ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്കും എറണാകുളത്തേക്കും അതിന്റെ പ്രവർത്തനങ്ങൾ മാറ്റി തുടങ്ങി. അന്നത്തെ കാലത്ത് പുതിയ തലമുറയിൽപ്പെട്ട പ്രിയദർശൻ, ഫാസിൽ തുടങ്ങിയവരെല്ലാം തങ്ങളുടെ സിനിമകൾ കേരളത്തിൽ തന്നെ ഷൂട്ട് ചെയ്യുകയും അത് വൻ വിജയമാവുകയും ചെയ്തു. എന്നാൽ ജനാർദ്ദനൻ ഇതറിയാനായിട്ട് കുറച്ച് വൈകിപ്പോയി. തന്റെ 10 കൊല്ലത്തോളം അങ്ങനെ ചെന്നൈയിൽ പോയി എന്ന് അദ്ദേഹം പറയാറുണ്ട്. പിന്നീടാണ് കേരളത്തിൽ വന്ന് അദ്ദേഹം താമസമാക്കിയത്. നല്ല വായനാശീലമുള്ള ആളാണ് ജനാർദ്ദനൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ പത്രവായനയും ഒരു ഗംഭീരം തന്നെയാണ്. ഇന്നും ഈ പ്രായത്തിലും ഒരു പത്രം കയ്യിൽ കിട്ടിയാൽ അതിന്റെ ആദ്യത്തെ പേജിലെ ഹെഡിങ് മുതൽ അവസാന പേജിലെ വാചകം വരെ ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കും. ഏകദേശം ഒരു പത്രം വായിക്കാനായിട്ട് 2-2.5 മണിക്കൂർ വേണം. അധ്വാനിക്കാൻ പോകുന്നതിനുള്ള ഒരു മടിയും ഈ പത്രം വായനാശീലം വളർത്തുന്നതിന് കാരണമായി എന്ന് പാതി തമാശയായി അദ്ദേഹം പറയാറുണ്ട്. എന്താ അതിന്റെ അഭിപ്രായം? എനിക്കല്ലേ നല്ലതാ, എനിക്ക് തോന്നി. നിന്റെ കാര്യം എങ്ങനെ? എനിക്ക് ഇളയതിനെ മതി. എടാ, നിനക്ക് പറഞ്ഞു വെച്ചിട്ട് മൂത്തനെയാ. സിനിമയിൽ പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും സിനിമയിൽ തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാകും, അല്ലെ? എന്നാൽ ജനാർദ്ദനന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സിനിമയിൽ ഒരാൾ പോലും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടില്ലെന്ന് മാത്രമല്ല, സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഒരുപോലെ തന്നെ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിക്കാറുണ്ട്. നടീനടന്മാർക്കിടയിൽ ചെറുപ്പ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ എല്ലാവരും ജനാർദ്ദനോട് ഒരു ബഹുമാനവും സ്നേഹവും സൂക്ഷിക്കുന്നുണ്ട്. ഇന്നേ വരെ സിനിമയിൽ ഒരാളെ പോലും ആയിട്ട് മുഷിയേണ്ടി വന്നിട്ടില്ലെന്ന് അദ്ദേഹം അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. ശ്യാമളം പറയുന്നത് അനുസരിക്കച്ചു, നീ ചെല്ല്. ശ്യാമളോ തന്റെ മടിയിലിട്ട് പേറ്റത് സാറിന് വിളിക്കണോ? ഞാൻ നിന്റെ ആശാനല്ലേ ശ്യാമള? ആശാനും കൂശാനൊക്കെ അങ്ങ് വാലേലി. യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ക്രിമിനൽസാ. അടുക്കും ചിട്ടയും വൃത്തിയും ഒക്കെ വളരെ കാര്യമായി സൂക്ഷിക്കുന്ന ഒരാളാണ് ജനാർദ്ദൻ. ചിട്ട തെറ്റി എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് കോപം വരികയും ചെയ്യും. വീട്ടിലാണെങ്കിലും തന്റെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വൃത്തിയായി അദ്ദേഹം സൂക്ഷിക്കുന്നുവെന്ന് മാത്രമല്ല, എല്ലാ വീട്ടിലും മാതാപിതാക്കൾ മക്കളെ പറ്റി പറയുന്ന ഒരു കാര്യമാണ് എടുത്ത ഒരു സാധനം എടുത്തെടുത്ത് വെക്കില്ലെന്നുള്ളത്. ജനാർദ്ദനനും തന്റെ ഭാര്യനെയും മക്കളെയും പറ്റി പറയാനുള്ളത് ഈ ഒരൊറ്റ കുറ്റം മാത്രമാണ്. കണ്ടങ്ങിരിക്കും സിനിമയെ കണ്ടില്ലെന്നു വരുത്തുന്നതും ജനം. വായി നോക്കി നടന്നൊരു തെണ്ടിയെ കാറിലേറ്റി നടത്തുന്നതാണ്ടവൻ. സിനിമാ താരങ്ങളിൽ പ്രായം ചെന്നവരാണെങ്കിൽ പോലും ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട സ്മാർട്ട് ഫോണുകളും ആപ്ലിക്കേഷനുകളും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ഉപയോഗിക്കുന്നത് നമ്മൾ കാണാറുണ്ട്, അല്ലേ? പക്ഷെ ജനാർദ്ദനൻ ഇതിനെല്ലാം എതിരാണ്. വാട്സപ്പ് പോലും വളരെ കുറച്ച് മാത്രമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യം വീഡിയോ കോൾ വരുന്നതാണ്. വീഡിയോ കോളിൽ ആരെങ്കിലും വിളിച്ചാൽ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ കോൾ അങ്ങോട്ട് കട്ടിയും. ഇതിന് അദ്ദേഹം പറയുന്ന മറുപടി എന്താണെന്നറിയോ? വീഡിയോ കോളിൽ നമ്മുടെ മുഖം കാണുന്നത് വളരെ വികൃതമായിട്ടാണെന്ന്. എന്റെ മുഖം എനിക്ക് അങ്ങനെ കാണാൻ തീരെ താല്പര്യമില്ല പോലും. നിങ്ങൾ പറയുന്നതാണോ സത്യം? ഈ മദനമോഹൻ പറയുന്നതാണോ സത്യമെന്ന് എനിക്ക് പരീക്ഷിക്കണം. 4.5 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ജനാർദ്ദനൻ എങ്കിലും ഒരു സിനിമാ താരമായി ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത വ്യക്തിയാണ് ജനാർദ്ദനൻ. ക്യാമറയ്ക്ക് മുൻപിൽ അഭിനയിക്കുന്ന സമയങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം വെറും പച്ചയായ മനുഷ്യനായിട്ടാണ് അദ്ദേഹം ആളുകളോട് ഇടപഴകാറ്. അവൾക്കൊരു ആണിയടിക്കാൻ നീ എന്തിനാ ജയകൃഷ്ണ കഷ്ടപ്പെടുന്നത്? ആരെയും കാണാഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നു, അല്ലേ പവിഴം? കൃത്യനിഷ്ഠയില് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത ആളാണ് ജനാർദ്ദനൻ. എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന കാലം മുതലേ ഉള്ള ശീലം. സിനിമാ സെറ്റുകളിലൊക്കെ പറഞ്ഞതിലും 10 മിനിറ്റ് നേരത്തെ എത്തും എന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ എത്തിയ ജനാർദ്ദനൻ വൈകി വരുന്ന മറ്റു നടന്മാർക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു പരാതിയുമില്ല. ഈ ക്ഷമയുടെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന് കേട്ട മറുപടിയാണ് രസകരം. ആ ഒരു ദിവസത്തെ ഡേറ്റ് നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ അവിടെ നേരത്തെ എത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളെ കൊണ്ട് അഭിനയിപ്പിക്കുകയോ കാത്തിരിപ്പിക്കുകയോ ചെയ്യിപ്പിക്കുക എന്നുള്ളത് അവരുടെ കാര്യമാണ്. എന്തായാലും നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അതിന് പരാതി പറയേണ്ട കാര്യമില്ലല്ലോ. കുറച്ചു കഴിഞ്ഞു. തിരക്ക് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ വന്നോളാം. ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നേ? തിരക്ക് കഴിഞ്ഞിട്ട് എന്തിനാ കസേര പേർക്കാനോ? വളരെ നല്ലൊരു പാചകക്കാരൻ കൂടിയാണ് ജനാർദ്ദനൻ. കേരളീയ വിഭവങ്ങളെല്ലാം, അതിപ്പോൾ വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും വളരെ നല്ല രീതിയിൽ പാചകം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. കൃത്യമായ രുചി കിട്ടണം എന്നൊരൊറ്റ നിർബന്ധം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടിലെ പാചകങ്ങളൊക്കെ അദ്ദേഹം ഏറ്റെടുക്കാറുണ്ട്. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ആണ് പാചകം ചെയ്യുന്നതെങ്കിൽ അതിന് വേണ്ട നിർദ്ദേശവും അദ്ദേഹം നൽകാറുണ്ട്. കറിക്ക് പച്ചക്കറി അരിയുമ്പോൾ അതിന്റെ വലിപ്പം വരെ അദ്ദേഹത്തിന് കൃത്യമായ കണക്കുണ്ട്. അവൻ എവിടെടാ ഭാസ്കർ? മുതലാളി പ്രാക്ടീസിലാണ്. എന്ത് പ്രാക്ടീസ്? അല്ല, അകത്ത് വേറെ കല്യാണം നടക്കണ്ടല്ല, അത് കണ്ട് പ്രാക്ടീസ് ചെയ്യുക. ജനാർദ്ദനൻ എന്ന നടൻ ആദ്യമായി ക്യാമറയെ അഭിമുഖീകരിക്കുന്നത് ഒരു ഡോക്യുമെന്ററിക്ക് വേണ്ടിയാണ്.
അത് സംവിധാനം ചെയ്തതാകട്ടെ അടൂർ ഗോപാലകൃഷ്ണനും. തന്റെ ഡിഗ്രി പഠന കാലത്താണ് ജനാർദ്ദനൻ അടൂർ ഗോപാലകൃഷ്ണനെ പരിചയപ്പെടുന്നത്. ആ സമയത്ത് ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ ബാനറിൽ അദ്ദേഹം ഒരു കുടുംബാസൂത്രണ ഡോക്യുമെന്ററിക്കായി ഒരുങ്ങുകയായിരുന്നു. അതിലൊരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വേഷമാണ് ജനാർദ്ദനൻ കൈകാര്യം ചെയ്തത്. മലയാളത്തിൽ വില്ലൻ വേഷങ്ങൾ ചെയ്ത് നിറഞ്ഞു നിന്നിരുന്ന ജനാർദ്ദനൻ എന്ന നടന് ഒരു വഴിത്തിരിവായത് 1987 റിലീസ് ചെയ്ത ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന സിനിമയാണ്. SN സോമയുടെ തിരക്കഥയിൽ K മധു സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ ചിത്രം. ചിത്രത്തിൽ ഒരു മധ്യവയസ്കനായ കോട്ടയംകാരന്റെ വേഷമായിരുന്നു ജനാർദ്ദനന്. ആ ഒരു വേഷത്തിന് സംഭാഷണ ശൈലി കൂടി കോട്ടയം രീതിയിലാക്കിക്കൂടെ എന്ന് ജനാർദ്ദനൻ ചോദിച്ചു. അതിഷ്ടപ്പെട്ട തിരക്കഥാകൃത്ത് അതിനുള്ള അനുവാദവും കൊടുത്തു. സംഭാഷണ ശൈലിയിൽ വരുത്തിയ മാറ്റം കൊണ്ട് ഒരു സാധാരണ ക്യാരക്ടർ റോൾ ഒതുങ്ങേണ്ട ആ ഒരു വേഷം ജനപ്രിയമായി മാറി. അങ്ങനെ ജനാർദ്ദനൻ എന്ന നടനിൽ ഒരു ഹാസ്യതാരം കൂടിയുണ്ടെന്ന് സംവിധായകർക്ക് മനസ്സിലായി. ഒരു ചെറിയ തലവേദന. ഉറങ്ങാൻ പറ്റില്ല, എനിക്കും എന്തോ ഉറക്കം വരുന്നില്ല. നമുക്ക് കുറച്ചു നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം. ജനാർദ്ദനൻ നിർമ്മിച്ച അടയാളം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായ രസകരമായൊരു അനുഭവം പറയാം. ഷൂട്ടിങ്ങിന്റെ അവസാന ഘട്ടമായപ്പോൾ ഒരു പ്രത്യേക സീനിന് വേണ്ടിയിട്ട് ലൊക്കേഷൻ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷെ മഴ കാരണം ആ ഷൂട്ടിംഗ് മുടങ്ങിപ്പോയി. പിന്നെ മറ്റൊരു ദിവസത്തേക്ക് ഈ താരങ്ങളുടെ എല്ലാം ഡേറ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. പക്ഷെ ആ പ്ലാൻ ചെയ്ത ദിവസത്തിന്റെ തലേന്ന് മുതലേ മഴ തുടങ്ങി. അപ്പൊ ആ സിനിമയിൽ ഉണ്ടായിരുന്ന താരങ്ങള് ഒന്ന് ശ്രദ്ധിച്ചപ്പോ അകലെയുള്ള ഒരു റൂമിൽ നിന്ന് ഭയങ്കര ചീത്തവിളി ശബ്ദം. നോക്കിയപ്പോഴെന്താണ്, സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയായ ജനാർദ്ദനൻ ദൈവങ്ങളെല്ലാം നിറ കണ്ണുകളോടെ നിന്ന് പരാതി പറഞ്ഞ് ചീത്ത വിളിക്കുകയാണ്. എന്തായാലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്നപ്പോൾ അവിടെ മാത്രം മഴയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഷൂട്ടിംഗ് ഗംഭീരമായിട്ട് നടന്നു. കൂടെ ഉണ്ടായിരുന്ന മണിയൻ പിള്ളരാജ് ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ നമ്മൾ ദൈവങ്ങളെയൊക്കെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ അവര് നമ്മുടെ കൂടെ നിൽക്കുമെന്ന്. അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, മനസ്സ് നിറഞ്ഞ് ചീത്ത വിളിക്കുകയാണെങ്കിൽ എല്ലാ ദൈവങ്ങളും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന്. ജോലിക്ക് അപേക്ഷിച്ചിട്ട് എന്തായടാ ഹരികൃഷ്ണ, കിട്ടുവോ? ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ. പ്രൈവറ്റ് എങ്കിൽ പ്രൈവറ്റ്, പബ്ലിക് എങ്കിൽ പബ്ലിക്. ഞാൻ ചാടും. ജനാർദ്ദനന്റെ സ്കൂൾ ജീവിതവും കോളേജ് ജീവിതവും വളരെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തെ വളർത്തിയത്. സ്കൂൾ പഠനകാലത്ത് എന്തിനും ഏതിനും അച്ഛന്റെ അനുവാദമില്ലാതെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ കോളേജ് പഠനത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് മാറിയപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായി സ്വാതന്ത്ര്യം എന്താണെന്ന് അനുഭവിച്ചു. കോളേജിലെ എല്ലാ പരിപാടിക്കും പങ്കെടുത്തു. ടൂർ പരിപാടികൾക്കൊക്കെ ആദ്യം ജനാർദ്ദനന്റെ പേര് തന്നെ കൊടുക്കുമായിരുന്നു. വീട്ടിലെ അംഗസംഖ്യ ധാരാളമായിട്ട് ഉണ്ടായിരുന്നത് കൊണ്ട് പലതരത്തിൽ നിന്നും പൈസ സമ്പാദിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ ഇതിന്റെയൊക്കെ പരിണിത ഫലമായിട്ട് പരീക്ഷയിൽ നല്ല അടിപൊളിയായിട്ട് തോറ്റു. എന്നതായാലും ഇത് എൽസമ്മ അറിഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർ രമണൻ ഓമനയുടെ ചന്തിക്കടിച്ചിട്ടുണ്ടാവും നാളെ പത്രത്തിലെ വാർത്തകളാണ് നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നത്. ഒരു ചായ. പ്രീ യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കെല്ലാം നല്ല അടിപൊളിയായി തോറ്റത് കൊണ്ട് തന്നെ വീട്ടിൽ നല്ല ബഹളവും അടിയുമായി. അതേ തുടർന്ന് വീട്ടിൽ നിന്നും കുറച്ച് പൈസയും വാങ്ങി ബാംഗ്ലൂരുള്ള ഒരു സുഹൃത്തിന്റെ കൂടെ കൂടി. അവിടെ വെച്ചാണ് എയർപോർട്ടിലേക്ക് ഒഴിവുണ്ടെന്നുള്ള ഒരു പത്രപരസ്യം കാണുന്നതും അതിന് അപേക്ഷ അയക്കുന്നതും സെലക്ഷൻ കിട്ടുന്നതും. എയർഫോഴ്സിലെ കഠിനമായ ചിട്ടകളൊക്കെ പാലിച്ചുകൊണ്ട് അവിടുത്തെ ഒരു വർഷത്തെ ട്രെയിനിങ് അദ്ദേഹം പൂർത്തിയാക്കി. പൈലറ്റ് ആകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് ആ ടെസ്റ്റ് എഴുതി പാസ്സാവുകയും ചെയ്തു. എന്നാൽ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാക്കി. പക്ഷെ പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അവിടെയുള്ള ഒരു മേലുദ്യോഗസ്ഥന്റെ ബന്ധുക്കൾക്ക് അവസരം കൊടുക്കുന്നതിന് വേണ്ടിയാണ് തന്നെ ഒഴിവാക്കിയതെന്ന്. അവളോട് താമസം മാറി. മേലുദ്യോഗസ്ഥന്റെ ബന്ധുക്കൾക്ക് അവസരം കൊടുക്കുന്നതിന് വേണ്ടി തന്റെ അവസരം നഷ്ടപ്പെടുത്തിയതിൽ ജനാർദ്ദനൻ പ്രതിഷേധവും വാക്തർക്കവും ഒക്കെയായി. അതിനെ തുടർന്ന് ജനാർദ്ദനനെ അവിടെ 2 ആഴ്ചയോളം ജയിലിൽ അടച്ചിട്ടു. പുറത്തു പോകണമെങ്കിൽ ആ ട്രെയിനിങ് കാലത്ത് ചെലവായ പൈസ മുഴുവൻ കെട്ടിവെക്കണം എന്നായിരുന്നു നിബന്ധന. അതൊരു ഭീമമായ തുകയുണ്ടായിരുന്നു. നിരന്തരമായ അഭ്യർത്ഥനകൾക്കൊടുവിൽ ഒരു ഉദ്യോഗസ്ഥന് അദ്ദേഹത്തോട് കുറച്ച് അലിവ് തോന്നി അദ്ദേഹത്തെ വിട്ടയച്ചു. അവിടെ നിന്ന് ഓടിയ ഓട്ടം അവസാനിച്ചത് വീട്ടിൽ ചെന്നിട്ടാണ്. പിന്നെ ഏകദേശം 1 വർഷക്കാലത്തോളം ജനാർദ്ദനൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. കുട്ടിയുടെ കണ്ണിലൊഴിക്കാൻ മുലപ്പാൽ വേണം. എയർഫോഴ്സിലെ ട്രെയിനിങ് മതിയാക്കി വീട്ടിൽ തിരിച്ചെത്തി ദിവസങ്ങൾ തള്ളി നീക്കുന്നതിനിടയിൽ തന്നെ ഒരു കാര്യം മനസ്സിലായി, വിദ്യാഭ്യാസം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന്. അങ്ങനെ പ്രീ യൂണിവേഴ്സിറ്റി എക്സാമുകളെല്ലാം എഴുതി പാസ്സായി BComന് ജോയിൻ ചെയ്തു. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവുണ്ടാക്കിയ കാര്യങ്ങൾ എന്ന് പറയാം. പൂർണ്ണ സ്വതന്ത്രനായി വീട്ടിൽ നിന്ന് മാറി നിന്ന ജനാർദ്ദനൻ സിനിമയും നാടകവും ഒക്കെയായി കൂടുതൽ അടുത്തു. തന്റെ ഈ പൈപ്പുമായിട്ടുള്ള കുഴപ്പം ഇതുവരെ തീർന്നില്ലേ?
അതെന്റെ കുഴപ്പോ പൈപ്പിൽ വെള്ളം വരാത്ത എങ്ങനെ എന്റെ കുഴപ്പമാവണേ? വരില്ലടോ, താനൊക്കെ ജീവിക്കുന്നിടത്ത് പൈപ്പിൽ മാത്രമല്ല കടലിൽ പോലും വെള്ളം ഉണ്ടാവില്ല. കല്യാണം കഴിക്കാതെ ജീവിതം മുഴുവൻ വറ്റി വരണ്ട് കിടക്കില്ലേ. ഒരു ഗംഭീര പ്രണയ കഥയിലെ നായകൻ കൂടിയാണ് ജനാർദ്ദനൻ. ബാല്യകാലം മുതലേ അറിയാവുന്ന ഒരു പെൺകുട്ടി തന്റെ ഇഷ്ടം മനസ്സിൽ സൂക്ഷിച്ചു. കല്യാണ പ്രായമായപ്പോൾ അത് പറഞ്ഞു. പെൺകുട്ടിക്ക് എതിരൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് നല്ല എതിരായിരുന്നു. സ്ഥിരമായൊരു ജോലിയില്ല, പിന്നെ സിനിമാക്കാരൻ എന്ന ലേബലും. മറിച്ച് അവര് നല്ല ജോലിയൊക്കെയുള്ള ഒരാൾക്ക് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്തു. നിരാശനായിരുന്നു ജനാർദ്ദനെങ്കിലും ആ പ്രണയം മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 2 വർഷക്കാലത്തോളം കഴിഞ്ഞപ്പോൾ അയാള് ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് ഡിവോഴ്സ് ചെയ്ത് വിദേശത്തേക്ക് പോയി. ആ പെൺകുട്ടിയുടെ പരിതാപകരമായ അവസ്ഥ അറിഞ്ഞ ജനാർദ്ദനൻ ഒട്ടും മടിക്കാതെ അവളെ തന്റെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ പറഞ്ഞ എന്നെ കൂടെ ചേർത്തല്ലേ, ഞാൻ കെട്ടില്ല. കെട്ടാൻ വെച്ച പെണ്ണ് കെട്ടിന്റെ തലേ ദിവസം വേറൊരു കോന്തന്റെ കൂടെ ഒളിച്ചോടി പോയത് പെങ്ങൾക്കറിയാലോ. ജീവിതത്തിലായാലും സിനിമയിലായാലും തന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ജനാർദ്ദനൻ. മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. അതാണ് അതിന്റെ ശരി. അതല്ല അതിന്റെ ശരി. ഒരു നടൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ ജനാർദ്ദനൻ ആദ്യമായി സിനിമയിൽ എത്തുന്നത് പ്രൊഡക്ഷൻ മാനേജറായിട്ടാണ്. ചെമ്പരത്തി എന്ന സിനിമയ്ക്ക് വേണ്ടി നടീനടന്മാരെ ആവശ്യമുണ്ടെന്ന പരസ്യം കണ്ട് ഓഡീഷൻ എത്തിയതായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം എത്തുന്നതിന് മുൻപ് തന്നെ നടീനടന്മാരെയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അവിടെ എത്തിയ ജനാർദ്ദനൻ പ്രൊഡ്യൂസറുമായി പരിചയപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു നടനാവുന്നതിന് മുൻപ് ആദ്യം സിനിമ എന്താണെന്ന് അറിയണം. അപ്പൊ അതുകൊണ്ട് ഈ സിനിമയിൽ പ്രൊഡക്ഷൻ മാനേജറായി ജോലി ചെയ്തോളൂ എന്ന്. ഇവനെ കൊന്നൊന്നും പറഞ്ഞല്ലേ നിങ്ങൾ മിസ്റ്റർ പെരേറയെ അകത്തിട്ടിരിക്കുന്നത്. വില്ലനായി അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് ജനാർദ്ദനൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുത്ത വെറുപ്പ് ചില്ലറയൊന്നും ആയിരുന്നില്ല. നേരിട്ട് കണ്ടാൽ പോലും ചില സ്ത്രീകള് മുഖത്തേക്ക് നോക്കില്ലായിരുന്നു. ദേഷ്യത്തിൽ തന്നോട് സംസാരിക്കുന്ന സ്ത്രീകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരം കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് വെറുപ്പ് സമ്പാദിക്കുന്നത് നിർത്തണം എന്ന അഭിപ്രായം ഒന്നും ഭാര്യയ്ക്കോ മക്കൾക്കോ ഉണ്ടായിരുന്നില്ല. കാരണം താൻ മറ്റാരുടെയും അഭിപ്രായങ്ങൾ സ്വീകരിക്കില്ല എന്ന് ഇവർക്ക് നേരത്തെ അറിയാം. ഇന്ന് എന്റെ ചെലവാകട്ടോ. മലയാള സിനിമയില് പ്രേം നസീർ മുതൽ നിവിൻ പോളി വരെയുള്ള നായക നടന്മാർക്കൊപ്പം അഭിനയിച്ച അനുഭവ സമ്പത്തുള്ള നടനാണ് ജനാർദ്ദനൻ. അതുകൊണ്ട് തന്നെ സിനിമയില് പലരുടെയും ഉദയവും അസ്തമയവും ഒക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. പഴയകാല സിനിമയും പുതിയ സിനിമയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിൽ ഒന്ന് മനുഷ്യർക്കിടയിലുള്ള മാനസിക ബന്ധം കുറഞ്ഞു എന്നാണ്. എയർപോർട്ടിലെ നല്ല ബെസ്റ്റ് സാധനം വിമതൻ. ജനാർദ്ദനൻ ഒരു ഫിലിം പ്രൊഡ്യൂസർ കൂടിയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. പ്രൊഡക്ഷൻ മാനേജറായി ജോലി ചെയ്ത പ്രവൃത്തി പരിചയം പ്രൊഡ്യൂസർ ആയപ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ട് ഉപകാരപ്പെട്ടു. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത അടയാളം എന്ന സിനിമ വൻ വിജയമായിരുന്നെങ്കിലും പിന്നീട് സിനിമകളൊന്നും പ്രൊഡ്യൂസ് ചെയ്തില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഷാഫി സംവിധാനം ചെയ്ത് ജയറാം നായകനായ മേക്കപ്പ് മാൻ എന്ന സിനിമയിൽ ഒരു പ്രൊഡ്യൂസറുടെ വേഷം അദ്ദേഹം ചെയ്തു. നർമ്മം കലർന്ന ആ കഥാപാത്രം ആ സിനിമയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. എന്റെ കുത്തുപാടനെയൊക്കെ തെളിഞ്ഞിട്ടുണ്ടോ നോക്കണ പ്രൊഡക്ഷൻ കൊണ്ടാണ്ടേ അയാള് പാക്കപ്പ് പറഞ്ഞു പോയി. ആണോ? ഇന്നെന്താ കാര്യം? ആ പെച്ചു പോരാന്ന്. ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെയാണ് ജനാർദ്ദനിൽ ഒരു ഹാസ്യ നടനുണ്ടെന്ന് സംവിധായകർക്ക് മനസ്സിലായതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. എന്നാൽ ആ ചിത്രത്തിലെ കഥാപാത്രത്തെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മുഴുനീള ഹാസ്യ കഥാപാത്രത്തെ ആദ്യമായി നൽകിയത് സംവിധായകൻ രാജസേനനാണ്. മേലെപ്പറമ്പിൽ ആൺവീട് എന്ന ചിത്രത്തില്. ഒരു മുഴുനീള ഹാസ്യ കുടുംബ ചിത്രമായ മേലെപ്പറമ്പിൽ ആൺവീട് ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അതിൽ മച്ചമ്പി എന്ന കഥാപാത്രത്തെ ജനാർദ്ദനൻ അവിസ്മരണീയമാക്കി. അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യ ബ്രേക്ക് ആയിരുന്നു ആ കഥാപാത്രമെന്ന് വേണമെങ്കിൽ പറയാം. അതെ, പാവം ഇവനൊരു അബദ്ധം പറ്റിയതാ, ആള് മാറിപ്പോയതാ. സ്വഭാവ നടനായോ ഹാസ്യ നടനായോ ജനാർദ്ദനനെ സംവിധായകർ ഉപയോഗിക്കുന്നതിൽ താമസം വരാനുള്ള പ്രധാന കാരണം അദ്ദേഹത്തിന്റെ പരുക്കൻ ശബ്ദമാണ്. ആ ശബ്ദം വെച്ചിട്ട് ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ആരും ചിന്തിച്ചതുപോലുമില്ല. എങ്കിലും ഇത്തിരി വേദനിച്ചിട്ട് ചോദിക്കുക, പെങ്ങൾക്ക് സ്വന്തം മക്കളെ മാത്രമേ വിശ്വാസമുള്ളൂ അല്ലേ? സിനിമയെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ എല്ലാവരും. നമ്മളെ രസിപ്പിക്കുന്നതിനായി ധാരാളം സിനിമാ താരങ്ങളുമുണ്ട്. എന്നാൽ അതിൽ ഏതെങ്കിലും ഒരു നടനെയോ നടിയെയോ നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കുന്നുണ്ടെങ്കിൽ, അവരെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ വീണ്ടും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർ നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരാണെന്നർത്ഥം. അക്കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരാളാണ് നമ്മുടെ ജനാർദ്ദനൻ. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി, TV ചാനലുകളിലാണെങ്കിലും ശരി, അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പെങ്കിലും കാണാത്ത ഒരു ദിവസം നമ്മൾ മലയാളികൾക്ക് ഉണ്ടായിരിക്കില്ല. ഓ, എന്റെ നാക്കിന്റെ കുഴപ്പാ. ഇന്നിവിടെ ചിരിക്കുവാൻ തോന്നുന്നില്ല, പണങ്ങിയ ലക്ഷണമാ. 1946 മെയ് 5-നായിരുന്നു ജനാർദ്ദനന്റെ ജനനം. വൈക്കം ഉല്ലലയിൽ കൊല്ലരക്കാട്ട് വീട്ടിൽ K. ഗോപാലപിള്ളയുടെയും ഗൗരി അമ്മയുടെയും
8 മക്കളിൽ ഏറ്റവും ഇളയ പുത്രനായിരുന്നു ജനനം. ഏറ്റവും ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ വീട്ടിൽ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റിക്കൊണ്ടാണ് അദ്ദേഹം വളർന്നത്. അമ്മയെ ചുറ്റിപ്പറ്റിയായിരുന്നു ബാല്യകാലം മുഴുവനും. അമ്മ പാചകം ചെയ്യുന്നത് കണ്ട് വളർന്നത് കൊണ്ടാണ് തനിക്ക് പാചകത്തിൽ ഇത്രയും താല്പര്യമെന്നാണ് ജനാർദ്ദനന്റെ അഭിപ്രായം. മുത്തച്ഛൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു, അത്രേ ഉള്ളൂ. പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് നിർത്തിവെച്ചുകൊണ്ട് അദ്ദേഹം എയർഫോഴ്സിലേക്ക് പോകുന്നത്. എന്നാൽ അവിടെയും അധിക നാൾ പിടിച്ചു നിൽക്കാനായില്ല. എയർഫോഴ്സിലെ ട്രെയിനിങ് മതിയാക്കി വീട്ടിലേക്ക് തിരിച്ചു വന്ന അദ്ദേഹം മാസങ്ങളോളം വീട്ടിൽ തന്നെ ഇരുന്നു. പിന്നീട് ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും താൻ അന്ന് നിർത്തിവെച്ച പ്രീ യൂണിവേഴ്സിറ്റി പഠിച്ചെഴുതി പാസ്സായി. പണിമുടക്കോ കരണക്കുറ്റി തീർത്തത് കൊടുത്താൽ മതി, അപ്പൊ തീരും പണിമുടക്ക്. പറഞ്ഞു വിടറാവളെ. ഉറപ്പുണ്ടായിരുന്ന ഒരു ജോലി ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വന്ന ആളാണ് ജനാർദ്ദനൻ. മദ്രാസിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് തന്നെ പറവൂർ സെൻട്രൽ ബാങ്കിൽ ക്ലർക്കായി അദ്ദേഹത്തിന് ജോലി ലഭിച്ചിരുന്നു. ആ സമയത്താണ് ചെമ്പരത്തി എന്ന PN മേനോന്റെ സിനിമയുടെ ഓഡീഷന് വേണ്ടി അദ്ദേഹം പോയത്. സിനിമാ നടനാകാൻ സാധിച്ചില്ലെങ്കിലും സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജർ ആകാനുള്ള അവസരം ലഭിച്ചു. സ്ഥിരവരുമാനം കിട്ടുന്ന ക്ലർക്ക് ജോലി ഉപേക്ഷിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ മാനേജർ ആവാൻ അദ്ദേഹം തീരുമാനിച്ചു. ഞാൻ ഈ പടം പിടിക്കുന്ന പ്രൊഡ്യൂസർ അളിയാനടോ, താൻ പോയി എനിക്കൊരു ചായ ഏർപ്പാടാക്ക്. അത് ശരി, ഞാൻ അറിയാതെ എനിക്കൊരളിയോ. ജനാർദ്ദനന്റെ ജ്യേഷ്ഠൻ പ്രസിദ്ധനായ ഒരു നാടക നടനായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ജനാർദ്ദനും ചില നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയിൽ ഒരു നാടക കലാകാരന്റെ വേഷം ചെയ്യാൻ അവസരം ലഭിച്ച ആളാണ് ജനാർദ്ദനൻ. അൻവർ റഷീദ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ അണ്ണൻ തമ്പി എന്ന ചിത്രത്തിലായിരുന്നു അത്. മമ്മൂട്ടിയുടെ അച്ഛന്റെ വേഷമാണ് ജനാർദ്ദനൻ കൈകാര്യം ചെയ്തത്. കൂടാതെ ആ കഥാപാത്രം ഒരു നാടക സംവിധായകൻ കൂടിയായിരുന്നു. കഥാപാത്രത്തെ വളരെ രസകരമായി അതിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെ വീഴ്ത്തേണ്ടത്. അതിനു പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്? കാലം കുറേയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? PN മേനൻ സംവിധാനം ചെയ്ത ചെമ്പരത്തി എന്ന സിനിമയിലെ പ്രൊഡക്ഷൻ മാനേജറായിട്ടാണ് ജനാർദ്ദനൻ മലയാള സിനിമയിലേക്ക് വന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് പ്രധാന വേഷം കൈകാര്യം ചെയ്യേണ്ട ഒരു നടൻ എത്താത്തതിനെ തുടർന്ന് സംവിധായകൻ ജനാർദ്ദനനോട് പറഞ്ഞു, ഇന്ന് രാത്രി കൂടെ കാത്തിട്ട് വന്നില്ല എന്നാണെങ്കിൽ നാളെ ആ വേഷം നീ കൈകാര്യം ചെയ്യണമെന്ന്. സംവിധായകന്റെ ആ വാക്കുകൾ ജനാർദ്ദനന്റെ ഹൃദയത്തിൽ ഒരുപാട് പ്രതീക്ഷകളാണ് ഉണ്ടാക്കിയത്. അതായത് ആദ്യ സിനിമയിൽ പ്രധാന വേഷത്തിലൂടെ അരങ്ങേറ്റം ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ജനാർദ്ദനന്റെ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് ആ നടൻ വളരെ വൈകിയാണെങ്കിലും എത്തിച്ചേർന്നു. ബാക്കി എന്തും ഞാൻ സഹിക്കും, കലയിൽ വെള്ളം ചേർക്കാൻ മാത്രം ഞാൻ സമ്മതിക്കില്ല. ആദ്യകാലം മുതലേ തന്നെ കഴിവുള്ള നടന്മാരാൽ സമ്പന്നമാണ് മലയാള സിനിമ. പഴയകാല നടന്മാരിൽ ചിലരെങ്കിലും ഇപ്പോഴും നമ്മോടുകൂടെയുണ്ട്. അവരുടെ സീനിയോറിറ്റിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നടന്മാരിൽ ഇന്നും ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന ഒരേ ഒരു നടൻ ജനാർദ്ദനനാണെന്ന് ഒരു പക്ഷെ നമുക്ക് പറയേണ്ടി വരും. എന്താ സാർ ബഹളം കേട്ടത്? കള്ളൻ കള്ളൻ എന്നും പറഞ്ഞ് ഗോകുൽദാസ് അങ്ങോട്ട് പോയി. കാലഘട്ടം അങ്ങനെയാണ് സാർ. സാറിനെ പോലുള്ള ഒരു സൂക്ഷിക്കണം. അടുത്ത് നിൽക്കുന്നവന്മാരെ പോലും നമുക്ക് വിശ്വസിക്കാൻ നോക്കിയില്ലേ. വെറും ഒരു സിനിമാക്കാരൻ മാത്രമായിരുന്നില്ല ജനാർദ്ദനൻ. സിനിമയിൽ എത്തുന്നതിന് മുൻപ് നിരവധി ജോലികൾ ചെയ്ത് ശീലിച്ച പച്ചയായ ഒരു മനുഷ്യനായിരുന്നു. തിരശീലയിൽ ഒരു നടനായി ശ്രദ്ധിക്കുന്നതിന് മുൻപ് അച്ചടി മാധ്യമത്തിലും ഒരു കൈ പയറ്റിയിരുന്നു അദ്ദേഹം. ഒരു കാലത്ത് വളരെ പ്രസിദ്ധമായിരുന്ന മലയാള നാട് എന്ന വാരികയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. സങ്കല്പത്തിലെ ഭർത്താവ് എന്നൊരു തുടർ പങ്ക്തിയാണ് അദ്ദേഹം അവിടെ കൈകാര്യം ചെയ്തിരുന്നത്. തന്റെ ഈ പൈപ്പുമായിട്ടുള്ള കുഴപ്പം ഇതുവരെ തീർന്നില്ലേ? അതെന്റെ കുഴപ്പോ? പൈപ്പിൽ വെള്ളം വരാത്തെങ്ങനെ എന്റെ കുഴപ്പമാവണേ? വരില്ലടോ. താനൊക്കെ ജീവിക്കുന്നിടത്ത് പൈപ്പിൽ മാത്രമല്ല കടലിൽ പോലും വെള്ളം ഉണ്ടാവില്ല. കല്യാണം കഴിക്കാതെ ജീവിതം മുഴുവൻ വറ്റി വരണ്ട് കിടക്കില്ലേ. K. മധു സംവിധാനം ചെയ്ത ഒരു CBI ഡയറിക്കുറിപ്പ് എന്ന സിനിമയിലെ കഥാപാത്രമാണ് ജനാർദ്ദനൻ എന്ന നടന്റെ ജീവിതത്തിൽ വഴിത്തിരിവായതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. പിന്നീട് അങ്ങോട്ട് നിറയെ ഹാസ്യ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്ത അദ്ദേഹത്തിന് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും K. മധു സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രത്തിൽ ഗൗരവമുള്ള ഒരു കഥാപാത്രത്തെ ലഭിച്ചു. സുരേഷ് ഗോപി നായകനായ ക്രൈം ഫയൽ ആയിരുന്നു ചിത്രം. ചിത്രത്തിലെ കാളിയാർ പത്രോസ് വൈദ്യർ എന്ന ഗൗരവമുള്ള കഥാപാത്രത്തെ വളരെ കൈയടക്കത്തോടു കൂടി അവതരിപ്പിക്കാൻ ജനാർദ്ദനന് സാധിച്ചു. ഹാസ്യവേഷങ്ങൾ ചെയ്ത് കത്തി നിൽക്കുന്ന സമയത്ത് ഇത്തരമൊരു കഥാപാത്രം ചെയ്ത് വിജയിപ്പിച്ചത് ജനാർദ്ദനൻ എന്ന നടനിലെ വൈഭവത്തിന്റെ തെളിവാണ്. പരിചയപ്പെട്ടില്ല അല്ലേ? പൊതുവാൾ ഇത് ലിഫ്റ്റ് സ്റ്റോപ്പ് അല്ല, ലോഡ് സ്റ്റോപ്പാ. ഒരു കാലത്ത് ജയറാം ജഗദീഷ് കോമ്പിനേഷനുകളിൽ ഇറങ്ങിയ സിനിമകളെല്ലാം തന്നെ കാണികളെ പൊട്ടിച്ചിരിപ്പിക്കുന്നവയായിരുന്നു. കോമഡി നന്നായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള നായകനും ഉപനായകനും ഉണ്ടായിട്ട് പോലും അവരോടൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന പ്രകടനമായിരുന്നു മിന്നാമിനിങ്ങിനും മിന്നുകെട്ട് എന്ന ചിത്രത്തിൽ ജനാർദ്ദനന്റേത്.
1995 പുറത്തിറങ്ങിയ സിനിമ സംവിധാനം ചെയ്തത് തുളസീദാസ് ആണ്. ജയറാമും ശോഭനയും നായികന്മാരായി അഭിനയിച്ച ചിത്രത്തിൽ ജഗദീഷ് ഒരു അത്യുഗ്രൻ സപ്പോർട്ടീവ് റോള് ചെയ്തു. ഈ ചിത്രത്തിൽ കേൾവി കുറവുള്ള ഒരു കോൺട്രാക്ടറുടെ വേഷമാണ് ജനാർദ്ദനൻ കൈകാര്യം ചെയ്തത്. നർമ്മത്തിൽ ചാലിച്ച അദ്ദേഹത്തിന്റെ പ്രകടനം സിനിമയ്ക്ക് മാറ്റുകൂട്ടി. എന്റെ പെങ്ങള് സുഭദ്ര തന്നെ തറവാട് ഷെയർ വിറ്റ് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുക. കല്യാണം വേണ്ടെന്ന് വെച്ചു. ഇപ്പൊ പൂജയും ധ്യാനവും ഒക്കെ ആയിട്ട് കഴിയുക. പേര് പോലെ തന്നെ ജീവിതവും സുഭദ്രം. ജനാർദ്ദനൻ എന്ന നടന്റെ ശബ്ദം മലയാളികൾക്ക് വളരെ പരിചിതമാണ്. ഗാംഭീര്യമുള്ളതും മുഴക്കമുള്ളതുമായ ശബ്ദത്തിന്റെ ഉടമകളായ ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് ജനാർദ്ദനൻ. ജനാർദ്ദനന്റെ ശബ്ദം ജനങ്ങളെ എത്രത്തോളം ആകർഷിച്ചിരുന്നു എന്നതിന് തെളിവാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇറങ്ങിയ ജനാർദ്ദനന്റെ ശബ്ദം മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ചില പരസ്യങ്ങൾ. അതായത് അദ്ദേഹം അഭിനയിച്ചില്ലെങ്കിൽ പോലും മിമിക്രി താരങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദം ഡബ് ചെയ്യിപ്പിക്കും. എന്ത് ഡാൻസ് ഒക്കെ ഉള്ളതാണേലും നാടകത്തിലേക്കെന്ന് പറഞ്ഞാൽ ഒറ്റ ഒരുത്തിയും വരികയല്ല. ജനാർദ്ദനൻ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വേഷമാണ് ഗർവാസി സാശാൻ. മാന്നാർ മത്തായി സ്പീക്കിംഗ് എന്ന സിനിമയിലെ ഗർവാസി സാശാൻ മദ്യപിക്കുന്ന ഒരു രംഗത്തില് നീ തങ്കപ്പൻ അല്ലടാ പൊന്നപ്പൻ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അത് നമ്മൾ മലയാളികൾക്ക് എത്ര കണ്ടാലും മതി വരില്ല. ശരിക്കും ആ സീനില് സ്ക്രിപ്റ്റില് അങ്ങനെ ആയിരുന്നില്ല ഡയലോഗ്. ഈ തങ്കപ്പനും പൊന്നപ്പനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജനാർദ്ദനന് മാറിപ്പോയതാണ്. പക്ഷെ അത് കണ്ടു നിന്ന സംവിധായകരായ സിദ്ദിഖ് ലാലിന് അതൊരു തമാശയായിട്ട് തോന്നി. എന്നാൽ പിന്നെ ഇത് ഇങ്ങനെ തന്നെ അങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തെറ്റിച്ചത് വീണ്ടും തെറ്റിച്ചു പറഞ്ഞ് ജനാർദ്ദനൻ അത് ഹിറ്റാക്കി. നീ പൊന്നപ്പനല്ലടാ തങ്കപ്പൻ തങ്കപ്പൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലം മുതൽ ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമകളിൽ വരെ എത്തി നിൽക്കുന്നു ജനാർദ്ദനൻ എന്ന കലാകാരന്റെ സാന്നിധ്യം. ജനാർദ്ദനൻ സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ ക്യാമറയ്ക്ക് മുൻപിൽ ആദ്യ ഷോട്ട് അഭിനയിക്കുന്നത് മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിനോടൊപ്പമാണ്. അദ്ദേഹത്തിനോട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ജനാർദ്ദനന്. ആദ്യകാലങ്ങളിലെല്ലാം തുടർച്ചയായ വില്ലൻ രംഗങ്ങളിൽ അഭിനയിക്കുമ്പോൾ സംഘട്ടന രംഗങ്ങളിൽ അഭിനയിക്കുന്നതിനുള്ള ധാരാളം ട്രിക്കുകൾ ജനാർദ്ദനന് പറഞ്ഞു കൊടുത്തത് ശ്രീ പ്രേം നസീർ ആയിരുന്നു. തള്ളയുടെ മുഖത്ത് വേണ്ട കയ്യ മര്യാദകേട് പറയരുത് നീ ആരോടും എന്ന് നീ പറഞ്ഞു കൊടുക്കണം കേട്ടോടാ. ജനാർദ്ദനൻ ആദ്യകാലങ്ങളിൽ വില്ലൻ വേഷങ്ങളാണ് ചെയ്തിരുന്നതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഗൗരവമുള്ള ധാരാളം കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്ത നടനാണ് നരേന്ദ്രപ്രസാദ്. ഇവര് രണ്ടുപേരും കൂടെ ഒരുമിച്ചാൽ എന്താവും ആ പടത്തിന്റെ അവസ്ഥ? രണ്ടുപേരും കൂടെ കൊടൂര വില്ലത്തരങ്ങളായിരിക്കും ചെയ്യുക എന്നാണ് നമ്മൾ ചിന്തിക്കുക. എന്നാൽ സംഭവിച്ചതാവട്ടെ ഒരു മുഴുനീള കോമഡി ചിത്രം. ആ സിനിമയാണ് മേലെ പറമ്പിൽ ആൺവീട്. ജനാർദ്ദനനും നരേന്ദ്രപ്രസാദും കാണികളെ ഒരുപോലെ ചിരിപ്പിച്ച സിനിമ. ഒരു കൊമേഡിയൻ എന്ന നിലയിൽ ജനാർദ്ദനന്റെ കരിയറിലെ ആദ്യത്തെ ബ്രേക്ക് ആയിരുന്നു ആ ചിത്രം. ഇവിടെ എങ്ങാണ്ടാണല്ലോ വീണത്. എല്ലാരും എന്തോന്നാ തപ്പിക്കളിക്കുന്നത്? എന്റെ കയ്യിൽ നിന്നൊരു ഗുളിക താഴെ വീണു. അത് തിരയായിരുന്നു. മലയാളത്തില് ഏറ്റവും അധികം സിനിമകളിൽ മുഖ്യമന്ത്രിയുടെ വേഷം ചെയ്ത നടനാണ് ജനാർദ്ദനൻ. ഈ ആവർത്തനം ഒരേ ടൈപ്പ് കഥാപാത്രങ്ങളിലേക്ക് നമ്മളെ സ്റ്റാമ്പ് ചെയ്യാൻ ഇടയാക്കുമെന്ന് പല നടന്മാരും അദ്ദേഹത്തിന് താക്കീത് നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ഒരു പേടി ഉണ്ടായിരുന്നില്ല. ആ പേടി ഇല്ലായ്മയുടെ കാരണം അദ്ദേഹത്തിന്റെ കരിയർ തന്നെയായിരുന്നു. വർഷങ്ങളോളം വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത തനിക്ക് ഇന്നൊരു കൊമേഡിയനായി മാറാമെങ്കിൽ എത്ര മുഖ്യമന്ത്രി വേഷം ചെയ്താലും അത് തന്റെ കരിയറിനെ ബാധിക്കില്ല എന്ന ഉറച്ച ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഈ പിച്ചക്കാരെല്ലാവരും കൂടി എവിടേക്ക് പോണേ? പതിറ്റാണ്ടുകൾ തന്റെ കരിയറിൽ പിന്നിട്ട് കഴിഞ്ഞിട്ടും ഇന്നും സിനിമയിൽ സജീവമായി നിൽക്കുന്നതിന് പിന്നിലുള്ള ഫയർ എന്താണെന്ന് അദ്ദേഹത്തോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു. തനിക്കിപ്പോൾ ദൈർഘ്യം കുറഞ്ഞ കഥാപാത്രങ്ങളാണ് ലഭിക്കുന്നത് എന്നൊരു നിരാശ മാത്രമേ ഉള്ളൂ. പ്രായമായി എന്നത് തന്റെ മനസ്സിനെ അലട്ടിയിട്ടേയില്ല. താൻ ഇന്നും പഴയ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ജനാർദ്ദനൻ തന്നെയാണ്. വേണ്ടി വന്നാൽ ഫൈറ്റ് ചെയ്യാൻ പോലും ഞാൻ റെഡിയാണ്. പ്രായമായി എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിനെ ബാധിക്കാനേ പാടില്ല എന്നൊരു ഓർമ്മ കൂടെ പൊതുസമൂഹത്തിന് അദ്ദേഹം നൽകുന്നുണ്ട്. അത് മൊട്ടയല്ലടാ, ഇങ്ങനെയാടാ രജനീകാന്ത് തലമുടി വെട്ടുന്നത്. സിനിമയിൽ എത്തണം എന്ന ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ചെറുപ്പകാലമായിരുന്നില്ല ജനാർദ്ദനന്റേത്. സിനിമയിൽ എത്തണം എന്ന് പോയിട്ട് സ്വന്തം ചേട്ടനെ പോലെ ഒരു നാടക നടനാകണം എന്ന പോലും ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മറിച്ച് ഒരു പൈലറ്റ് ആകാനായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടിയാണ് എയർഫോഴ്സിൽ ചേർന്നതും. എന്നാൽ എയർഫോഴ്സിലെ ഒരു വർഷത്തെ പരിശീലനം പോലും പൂർത്തിയാക്കാതെ അദ്ദേഹം തിരിച്ചു വന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ അത് നന്നായി. ആ ഒരു പരിശീലനം പൂർത്തിയാക്കാതെ വന്നതുകൊണ്ടാണ് മലയാള സിനിമയ്ക്ക് ജനാർദ്ദനൻ എന്ന ഒരു കലാകാരനെ ലഭിച്ചത്. കാരണം അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് സിനിമ എന്നൊരു ആഗ്രഹം വന്നത്. സ്വാമി കണ്ടകശിനി കൊണ്ടേ പോകുന്ന നിങ്ങൾക്ക് ആത്മഹത്യക്കും യോഗമില്ല. നിമിത്തം അതാ പറയണത്. തലയിലെഴുത്ത്.
ജനാർദ്ദനൻ ഒരു സിനിമയിൽ പിന്നണി ഗായകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1997 പുറത്തിറങ്ങി രാജസേനൻ സംവിധാനം ചെയ്ത കഥാനായകൻ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് 4 വരി പാടിയത്. സ്വന്തം കഥാപാത്രം പാടി അഭിനയിക്കുന്ന രംഗത്തിന് വേണ്ടിയായിരുന്നു അത്. ജനാർദ്ദനന്റെ ഗംഭീരമായ കഥാപാത്രങ്ങൾക്കായി നമുക്ക് ഇനിയും കാത്തിരിക്കാം. മറ്റൊരു താരത്തിന്റെ വിശേഷങ്ങളുമായി ചിരിയോ ചിരിയുടെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.